മണിമംഗലത്തെ ഉത്സവപ്പൊടിയേറ്റ് കേൾക്കണില്ലേ മേളവും കഥനവെടി 101 അല്ല 501 കഥനയാ പൊട്ടണത്. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടവാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട്, സംഭവം ഉണ്ട്. ഊണ് കഴിക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി കിട്ടിയെന്ന് പറയത്തില്ലേ അമ്മ, ഒരു എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ. സമാധാനമായിട്ട് പോയ സിനിമ ഉണ്ടോ? നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റ് ഉറപ്പിച്ചോ. സന്തോഷം. ഇങ്ങനെ ഒരു ബാപ്പു, ഈ കട ഞാൻ എങ്ങനെ വീട്ടെന്ന് എനിക്കറിയില്ലടോ. വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിന് എന്തിനു കൊള്ളാം സാർ. ഇതിന്റെ മേളിൽ വെക്കാൻ വലിയ ഒന്നുമില്ല. പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻവിധിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്ന. പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകന് തീരുമാനിക്കാൻ കഴിയണം. ബുക്ക് ചെയ്ത ടിക്കറ്റ് കിട്ടും. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരാഴ്ചക്കുള്ള ടിക്കറ്റ് കിട്ടത്തില്ലെന്ന് 100% ഉറപ്പ് എല്ലാ തിയേറ്ററും. ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ എത്ര കാലായി ഞാൻ കൊതിക്കുന്നു. എന്റെ പൊന്നനിയാ, പണ്ടൊരു പുലിമുരുകൻ കാട്ടി ഇറങ്ങി, ഇന്നൊരു ഒറ്റ കൊമ്പ് ഇറങ്ങി. ഒറ്റ കൊമ്പനെന്ന് വെച്ചാ സത്യം പറഞ്ഞേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? എന്ത് പറയാ, ഇതൊക്കെയാണ് വില്ലേ. മറ്റേ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞ അവനെ കൊണ്ടുവച്ച് ഗോപാലത്തിനെ കാണിച്ചതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പടം എഴുതി വെച്ചോ, അടുത്ത നാളെ തൊട്ട് ഒറ്റ ടിക്കറ്റ് ആകെ കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഫുൾ ബുക്കിംഗ് ആയിരിക്കും. ഇത് പല പല ഭാഷ റീമേക്കും ചെയ്യും. 100%. കണ്ടില്ലേ, കാണികള് ത്രില്ലടിച്ച് നിക്കണേ. ഇങ്ങനെയാണ് ലാലേട്ടനെ കാണാൻ നമ്മൾ ഇങ്ങനെയാണ് കാണേണ്ടത്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ 2K വേണമെങ്കിൽ കിടന്ന് ട്രോളാണ് അങ്ങേരെ. അവരൊക്കെ ഇന്ന് വന്നവന്മാര് ഇങ്ങനെ ഇത് എന്തോ ഇത് കാണിച്ചു വെച്ചേക്കുന്നത്. സാറേ, നിങ്ങൾ മരണമാസട്ടോ. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഉശിരുള്ളവനാ. ഞാൻ ഉച്ചിരി കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവാ. ഇതതിന്റെ ഒരു തുടക്കമല്ലേ. കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം. അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മാത്രമല്ല, മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി ഇച്ചാതി പടം. അതായത് ഒരു സിനിമ, നമ്മുടെ സിനിമയുടെ മാജിക് എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതിൽ എൻ്റെ ചരിത്രം അറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു എന്നത്. എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ട സിനിമ കണ്ടിട്ട് തിയേറ്ററിനകത്ത്? ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. കലക്കിയട, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി.